ശ്രീ കോന്നി ഗോപകുമാർ, ഈ ശവപ്പറമ്പിനെ ഇനി ഉല്ലാസ കേന്ദ്രമാക്കാൻ പോവുകയാണ് നമ്മുടെ മഹാനായ ട്രംപ്. അത് എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ള കാര്യത്തിലാണ് സംശയം. അങ്ങനെ തോന്നുന്നില്ലേ? അല്ല, ഉല്ലാസ കേന്ദ്രത്തിനെ പിന്നെ ഉല്ലാസ കേന്ദ്രമാക്കണ്ടായല്ലോ. ശവപ്പറമ്പിനെ ഉല്ലാസ കേന്ദ്രമാക്കാൻ കഴിഞ്ഞാൽ അത് ഒരു മാതൃകാപരമായ പ്രവർത്തനമായിരിക്കും. ട്രംപ് ഇതുവരെയുള്ള നമ്മുടെ ട്രംപിൻ്റെ ഒരു നേച്ചർ പരിശോധിച്ച് നോക്കിയാൽ ട്രംപ് കൃത്യമായൊരു പ്ലാനിങ്ങോട് കൂടിയേ സംസാരിക്കത്തുള്ളൂ. സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നും വളരെ ലൂസ് ടോക്കിങ്ങാണ് നടത്തുന്നതെന്ന്. എങ്കിലും ട്രംപിന് എന്തോ ഇതിനകത്ത് വ്യക്തമായ ലക്ഷ്യമുണ്ട്. പിന്നെ ഈ ഗാസയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൃത്യമായി ടെലിവിഷനിൽ കാണുന്നതാണ്. ബഹുനില മന്ദിരങ്ങൾ തകർന്ന് അടിഞ്ഞു കിടക്കുകയാണ്. ശുദ്ധജല വിതരണം പാടെ താളം തെറ്റി, ശുചീകരണമില്ല, ആളുകൾക്ക് താമസിക്കാൻ വീടില്ല, ഭക്ഷണമില്ല. ഇങ്ങനെ ഗാസ ശരിക്കും പറഞ്ഞാൽ ഭൂമിയിലെ ഒരു നരകമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഏറ്റവും വലിയ പ്രശ്നം ഗാസയിലെ ഈ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ മാറ്റുക. അതൊരു വലിയ ജോലിയാണ്. 2, അവിടുത്തെ ശുദ്ധജല വിതരണം പുനഃസ്ഥാപിക്കുക. പിന്നെ അതുപോലെ തന്നെ മലിനീകരണ പ്രവർത്തനങ്ങൾ, നിയന്ത്രണ പ്രവർത്തനങ്ങൾ നടത്തുക. ഇതൊക്കെ വലിയ വെല്ലുവിളിയാണ്. കാരണം ബോംബിട്ട് തകർത്ത ഒരു വലിയ നഗരത്തിന് വീണ്ടും ഒരു പുതുജീവിതം കൊടുക്കാൻ ട്രംപിന് കഴിഞ്ഞാൽ നമ്മൾ എന്തിൻ്റെ പേരിൽ വേണം നമ്മളതിനെ വിമർശിക്കേണ്ട ഒരു കാര്യം എന്താണ്? അപ്പോൾ ഇവിടെ ഗാസയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തികളും ഒക്കെ ചരിത്രബോധമില്ലാതെ പെരുമാറുന്നതാണ് അവിടുത്തെ ഈ പാലസ്തീൻ ജനതയ്ക്ക് ഒരിക്കലും തീരാത്ത ഈ ദുരന്തം ഉണ്ടാക്കി വെച്ചത്. അതിൻ്റെ കാരണം ഇസ്രയേൽ ജനിച്ച് 1948 മുതൽ ആ ചെറിയ രാജ്യത്തിനെ എലിമിനേറ്റ് ചെയ്യാനാണ് ഈ അറബ് ശക്തികൾ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ പ്രശസ്തമാണ് 7 ദിവസത്തെ യുദ്ധം, 7 days war. അപ്പം അതൊക്കെ നിരന്തരമായിട്ട് നടന്നെങ്കിലും അവർക്ക് അവസാനം യാഥാർത്ഥ്യം ബോധ്യമായി. ജൂതൻ്റെ ഇച്ഛാശക്തിയെയും കായിക ശേഷിയെയും ശാസ്ത്ര സാങ്കേതിക രംഗത്തെ അവൻ്റെ വളർച്ചയെയും തകർത്ത് കളയാൻ അറബ് രാജ്യങ്ങളുടെ സമ്പന്നതയ്ക്ക് കഴിയില്ല, അവരുടെ പെട്രോൾ ഡോളറിന് കഴിയില്ല എന്നൊരു വാസ്തവം അവർ തിരിച്ചറിഞ്ഞു. അതൊക്കെ നല്ലൊരു കാര്യമാണ്. ആദ്യം ഇവരുമായിട്ട് എതിർത്ത് നിന്നത്, ഇസ്രയേലുമായിട്ട് എതിർത്ത് നിന്നത് ഈജിപ്റ്റാണ്. ഈജിപ്റ്റായിരുന്നു ഏറ്റവും ശക്തമായ രാജ്യം. അബ്ദുൽ ഗമാൽ നാസർ ഈജിപ്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം ആരബ് ലോകത്ത് മാത്രമല്ല ലോകം മുഴുവൻ അറിയപ്പെടുന്ന ശക്തനായ ഒരു ഭരണാധികാരിയായിരുന്നു. അതിനുശേഷം അൻവർ സദത്ത് വന്നു. ഇവരൊക്കെ ശ്രമിച്ചു നോക്കി ഇസ്രായേലിനെ തകർക്കാനായിട്ട്, അത് കഴിഞ്ഞില്ല. അപ്പോൾ അവർ ചെയ്തതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു രാജ്യത്തിനെ തകർക്കാൻ കഴിയത്തില്ലെങ്കിൽ പിന്നെ അവരുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് പോവുക. അവർ കോംപ്രമൈസ് ചെയ്തു. ജോർദാൻ രാജാവ് വളരെ പകയോടുകൂടി തന്നെയായിരുന്നു ഇസ്രായേലിനെ ആദ്യം കണ്ടത്. ജോർദാൻ ഇസ്രായേലിനെ ആക്രമിച്ച രാജ്യമാണ്. അപ്പോൾ ഈ ഇസ്രായേലിനെ ആക്രമിക്കാൻ പോയപ്പോൾ ജോർദാനും അതുപോലെ തന്നെ ഈജിപ്തിനുമൊക്കെ അവരുടെ കയ്യിലിരുന്ന സ്ഥലം നഷ്ടപ്പെട്ടതല്ലാതെ ഇസ്രായേലിൻ്റെ 1 സെൻറ്റിമീറ്റർ സ്ഥലം പോലും അവർക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ യാഥാർത്ഥ്യ ബോധത്തോടെ ചിന്തിക്കുമ്പോൾ ഇസ്രായേലിനെ തകർക്കുക അസാധ്യമാണ്. അതാണ് മനസ്സിലാക്കാതെ പോകുന്നത്. ഈ ഹൂതികൾക്കും അതുപോലെ തന്നെ ഈ ഹിസ്ബുള്ളയ്ക്കൊന്നും മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. അവർ പണം കൊടുത്ത് ഇറാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ മറ്റ് തലങ്ങളിലെ പണം സമാഹരിക്കുന്നുണ്ട്. പിന്നെ പല മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്നും അവർക്ക് സഹായം കിട്ടുന്നുണ്ട്. ടർക്കി അവരെ സഹായിക്കുന്നുണ്ട്. ഇങ്ങനെ പല രാജ്യങ്ങൾ അവരെ സഹായിക്കുന്നുണ്ട്. പക്ഷേ ആരെവിടെയൊക്കെ സഹായിച്ചെന്ന് പറഞ്ഞാലും വളരെ നൂതനമായ സാങ്കേതിക വിദ്യ ആർജിച്ചിട്ടുള്ള ഇസ്രായേലിനെ, അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ജൂതൻ്റെ ഇച്ഛാശക്തി, അതങ്ങനെ തകർക്കാൻ പറ്റില്ല. എത്ര ലക്ഷം ആളുകളെയാണ് അഡോൾഫ് ഹിറ്റ്ലർ കൊന്നുകളഞ്ഞത്. എന്നിട്ടും ജൂതൻ തല ഉയർത്തി ജീവിക്കുന്നില്ലേ? എത്ര ആയിരക്കണക്കിന് ആളുകളെയാണ് റഷ്യയിൽ സ്റ്റാലിൻ കൊന്നുകളഞ്ഞത്. അതും ജൂതന്മാരെയാണ്. ജൂതന്മാർ എവിടെയൊക്കെ പോയോ അവിടെയെല്ലാം അവർക്ക് പീഡനം നേരിടേണ്ടി, എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുക, എന്നും വേട്ടയാടപ്പെട്ട ഒരു ജനതയാണ്. അപ്പോൾ ഇവിടെ അവർക്ക് അഭയം കിട്ടിയ ഏക രാജ്യം ഭാരതമാണ്. ഭാരതം എല്ലാവരെയും സ്വീകരിക്കുകയും എല്ലാവരെയും സഹോദര നിർവിശേഷ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരമാണ് നമ്മുടേത്. നമ്മൾ ജൂതന്മാരെ വളരെ കാര്യമായിട്ട് ചേർത്ത് പിടിച്ചു. അതുകൊണ്ടാണ് ഇസ്രായേൽ അൺകണ്ടീഷണലായിട്ട് ഇന്ത്യയുമായി സൗഹൃദം വെച്ച് പുലർത്തുന്നത്. അപ്പം നമ്മൾ ഇസ്രായേലുമായിട്ട് നമ്മൾ അകന്ന് നിന്നപ്പോഴും അറബ് രാജ്യങ്ങളുമായിട്ട് നമ്മൾ അടുത്ത സൗഹൃദം പുലർത്തുകയും ഇസ്രായേലിനെതിരെ ഐക്യരാഷ്ട്ര സംഘടനയിൽ വരുന്ന പ്രമേയങ്ങളെ നമ്മൾ അനുകൂലിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് നരേന്ദ്രമോദിയുടെ ഒരു കാലഘട്ടം വരെ ഏതാണ്ട് ഇസ്രായേൽ നയം നമുക്ക് വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം വെച്ചാൽ
അറബ് രാജ്യങ്ങളെ നമുക്കങ്ങനെ വെറുപ്പിക്കാൻ പറ്റില്ല. ഇന്ത്യക്കാർ ഏറ്റവും കൂടുതലുള്ളത് അറബ് രാജ്യങ്ങളിലാണ്. അവരുടെ ക്രൂഡ് ഓയിൽ നമുക്ക് ആവശ്യമാണ്. ഇതൊക്കെ കൊണ്ട് അങ്ങനെ പെട്ടെന്നത് വെറുപ്പിച്ച് പോകാൻ ഒക്കാത്തത് കൊണ്ട്, ഇസ്രായേലിനെ കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് കാര്യങ്ങളൊന്നും സാധിക്കാനില്ലാത്തത് കൊണ്ടും ഇസ്രായേലുമായിട്ടുള്ള നമ്മുടെ ബന്ധം, നയതന്ത്ര ബന്ധം അത്ര സുദൃഢമൊന്നും ആയിരുന്നില്ല. വാജ്പേയിയുടെ കാലത്ത് ഒരു ചെറിയ മാറ്റങ്ങൾ ഉണ്ടായെങ്കിലും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതോടുകൂടി ഇസ്രായേലും നമ്മളുമായുള്ള ബന്ധം അതിശക്തമായി. പിന്നെ ബെഞ്ചമിൻ നെതന്യാഹു നരേന്ദ്രമോദിയും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധം അതൊരു വലിയ കാര്യമാണ്. രാഷ്ട്ര തലവന്മാർ തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധം എപ്പോഴും രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് ഊടും പാവും കൊടുക്കുന്നതാണ്, അതിനെ കൂടുതൽ സുദൃഢമാക്കുന്നതാണ്. അപ്പം വിദേശ രാഷ്ട്ര തലവന്മാരുമായി വ്യക്തിബന്ധം സ്ഥാപിക്കാനും അവരുമായിട്ട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരുടെ മനസ്സിൽ ഇടം നേടാനും ഒക്കെ കഴിയുന്ന ഭരണാധികാരിക്ക് മാത്രമേ ഒരു രാജ്യത്തെ ഫലപ്രദമായിട്ട് നയിക്കാൻ കഴിയുള്ളൂ. അതെങ്ങനെ നയിക്കാമെന്ന് നരേന്ദ്രമോദി തെളിയിച്ചു കഴിഞ്ഞാണ്. 20 പുരസ്കാരങ്ങളാണ്, അന്തർദേശീയ പുരസ്കാരങ്ങളാണ് നരേന്ദ്രമോദി കിട്ടിയത്. ലോകത്ത് ഏത് ഭരണത്തലവനെന്ന് കിട്ടിയിട്ടുണ്ട്? ഇന്ത്യയിൽ, കേരളത്തിലും ഇന്ത്യയിലും ഒക്കെയുള്ള ഈ തരംതാണ മാധ്യമങ്ങളും അതുപോലെ തന്നെ അന്തസ്സില്ലാത്ത മാധ്യമ പ്രവർത്തകരും ഒക്കെ നരേന്ദ്രമോദിയെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അന്താരാഷ്ട്ര രംഗത്ത് മോദി വളരെ അംഗീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇസ്രായേലിൽ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ, ഈ ഗാസയിലുണ്ടായിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ, ഗാസയിലുണ്ടായ ഈ പ്രശ്നം ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. അവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ, അതായത് ആഹാരം, പാർപ്പിടം, വസ്ത്രം, മരുന്ന്, ഇതെല്ലാം അവർക്ക് അനിവാര്യമാണ്. പക്ഷേ ഈ ഇത്തരത്തിൽ അതങ്ങ് ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ളവരെ മുഴുവൻ, പലസ്തീൻകാരെ മുഴുവൻ ഒഴിപ്പിക്കുക എന്നുള്ളത് പറയുന്നുണ്ട്. അത് ഈജിപ്തും ജോർദാനും അങ്ങ് ഏറ്റെടുത്തോളാനാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ പ്രായോഗികമാകുമെന്നുള്ളതാണ്. അല്ല, അത് അവിടെ ഈ അവശിഷ്ടങ്ങളിൽ നിന്നൊരു പുതിയ നഗരം സൃഷ്ടിക്കണമെങ്കിൽ UN പറയുന്നത്, പഠനസമിതി പറയുന്നത് ഇത് ഗാസ പൂർവ്വസ്ഥിതിയിലെത്തണേ 350 വർഷം വേണം. അതായത് അത് വേണ്ടി വരും. കാരണം അതിനൊരു പരിഹാരം, അതിൻ്റെ ഷോർട്ട് കട്ടാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. താൽക്കാലികമായി ഇവരെ താൽക്കാലികമായിട്ട്, സ്ഥിരമായി അവിടെ വിടണമെന്നല്ല പറഞ്ഞത്, താൽക്കാലിക ക്യാമ്പുകളിലോ ഷെഡുകളിലോ ഒക്കെ അവരെ ഒഴിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഗാസയെ വളരെ മനോഹരമായ ഒരു നഗരമാക്കി മാറ്റാൻ ട്രംപിനും അമേരിക്കയ്ക്കും അവരുടെ സഹായത്തോടെ കഴിഞ്ഞാൽ ഒരുപാട് ലോകരാഷ്ട്രങ്ങൾ അവരെ സഹായിക്കാൻ പറ്റും. ട്രംപ് മാത്രമല്ല, ഗാസയിലെ ജനങ്ങളെ സഹായിക്കണം, അവരുടെ പട്ടിണി മാറ്റാൻ സഹായിക്കണം, അവർക്ക് ആഹാരം കൊടുക്കാൻ, അവർക്ക് വസ്ത്രം കൊടുക്കാൻ, പാർപ്പിടം കൊടുക്കാൻ സഹായിക്കണമെന്ന് നമ്മളൊക്കെ സഹായിക്കത്തില്ലേ? നമ്മുടെ സഹോദരങ്ങളല്ലേ, ഇവിടെ ആയാലും മനുഷ്യരല്ലേ അവർ. അപ്പോൾ അത്തരം ലോക രാഷ്ട്രങ്ങളിലെ ലോകത്തെ ജനതയെ മുന്നിൽ കണ്ടുകൊണ്ട് അത് കോർഡിനേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് വലിയ തിളക്കമാർന്നൊരു വിജയം നേടാൻ കഴിയും. അത് സ്വാഭാവികമായി റഷ്യ ആഗ്രഹിക്കുന്ന കാര്യമല്ല, ഹമാസും ഹിസ്ബുള്ളയും ഒന്നും ആഗ്രഹിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് അവരതിനെ എതിർക്കും. പക്ഷേ അമേരിക്ക ഇവിടെ വന്ന് പ്രത്യേകിച്ച് ആധിപത്യം സ്ഥാപിക്കാനൊന്നുമില്ല. എന്തോ ആധിപത്യം സ്ഥാപിക്കാനാണ്? തകർന്ന് നശിച്ച് പിന്നെ കിടക്കുന്ന ഒരു രാജ്യത്തെ, ഒരു പ്രദേശത്ത് എന്തോ ആധിപത്യം സ്ഥാപിക്കാനാണ്. അതുകൊണ്ട് അതിനെ എതിർക്കുന്നത് വളരെ പൊളിറ്റിക്കലായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അമേരിക്കയ്ക്ക് അവിടെ നിന്ന് പ്രത്യേകിച്ചൊന്നും നേടാനില്ലല്ലോ. അല്ല, ഇതിനകത്ത് തന്നെ ഏതാണ്ട് 10-23 ലക്ഷം പേരുണ്ടാകുമല്ലോ ഈ പലസ്തീൻകാർ. അതിൽ പലായനം ചെയ്യപ്പെട്ടവരുണ്ട്, അല്ലേ? പലതരത്തിൽ വൈകല്യം സംഭവിച്ചവരും ഒക്കെ ഇതിനകത്തുണ്ടെന്നുള്ളതാണ്. മരിച്ചവരുടെ എണ്ണം ഏതാണ്ട് ഒരു 50,000-ഓളം അടുക്കുകയും ചെയ്യുന്നു. അല്ല, ഔപചാരികമായ കണക്കനുസരിച്ച് 50,000 പേര് മരിച്ചിട്ടുണ്ടെങ്കിലും അനൗപചാരികമായ കണക്ക് നോക്കാമെങ്കിൽ ഒരു പക്ഷേ അതിലൊക്കെ വളരെ കൂടുതലായിരിക്കും. അവിടെ പ്രശ്നം ഈ വ്യത്യസ്തമായ കാരണങ്ങളാലാണ് ഈ ട്രംപിൻ്റെ നിലപാടിനെ പലരും എതിർക്കുന്നത്. ഇപ്പം ഹമാസും ഹൂത്തികളും ഒക്കെ അതുപോലുള്ള ഭീകര സംഘടനകൾ അതിനെ എതിർക്കുന്നതിൻ്റെ കാരണം ഈ ഗാസയിലെ പല പ്രദേശങ്ങളിലൂടെയും ഇവരുടെ തുരങ്കങ്ങൾ കടന്നു പോകുന്നുണ്ട് ഹമാസിൻ്റെ. അപ്പോൾ അവിടെ പുനർനിർമ്മാണം വന്നാൽ ആ പരിപാടി, ഈ തുരങ്കത്തിലൂടെ താമസിച്ച് ഈ ആക്രമിക്കുക എന്നുള്ള ഒരു പരിപാടി നടക്കില്ല. അതാണ് ഒരു കാര്യം. മറ്റ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ട്രംപ് പേരെടുക്കുന്നതും അമേരിക്ക അവിടെ സ്വാധീനം ചെലുത്തുന്നതും റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക്, റഷ്യയ്ക്കും ചൈനയ്ക്കും അതിനോട് താല്പര്യമില്ല. അങ്ങനെ അവർ രാഷ്ട്രീയത്തിൻ്റെ പേരിലാണെങ്കിൽ ഹമാസുമൊക്കെ അവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ സുഗമമായിട്ട് നടത്താൻ അമേരിക്കയുടെ സാന്നിധ്യം തടസ്സമാണ് എന്ന് കണ്ടുകൊണ്ടാണ് അതിനെ എതിർക്കുന്നത്. ഫലത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, അങ്ങ് പറഞ്ഞതുപോലെ 350 വർഷം കഴിയണം വീണ്ടും ഗാസ പഴയ തോതിലേക്ക് വരണം. അതിനാരാ ഉത്തരവാദി? ആരാണ് ഉത്തരവാദി എന്നൂടെ നമ്മൾ ആലോചിക്കണ്ടേ? അപ്പോൾ അത് ഒരു പ്രദേശത്തെ മുഴുവൻ മരുപ്പറമ്പാക്കി മാറ്റാൻ വഴിതെളിച്ചത് മതമൗലികവാദമല്ലേ, ഭീകര പ്രവർത്തനമല്ലേ? അല്ല, ഇസ്രായേലുകാരെ അവരെ അങ്ങോട്ട് ആക്രമിക്കുകയല്ലായിരുന്നല്ലോ ചെയ്തത്.
അതെ. ഇസ്രായേലിനെ ആക്രമിച്ചപ്പോഴല്ലേ അവർ തിരിച്ചടച്ചത്. ഇനി അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഇസ്രായേലുമായിട്ട് സമാധാനത്തിൽ പോവുക, സഹവർത്തിത്വത്തിൽ പോവുക, ഗാസയെ വീണ്ടും പഴയ തരത്തിൽ എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തുക. തീവ്രവാദം അവസാനിപ്പിക്കും. തീവ്രവാദം ഏത് രാജ്യത്തായാലും ആ രാജ്യത്തിന് ദോഷമേ ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഹമാസിനെ ലോകമെല്ലാം തള്ളിപ്പറഞ്ഞപ്പോൾ ഹമാസിനെ അംഗീകരിച്ച ലോകത്തൊരു പ്രദേശമേ ഉള്ളത് ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. ഹമാസിൻ്റെ തലവന് അദ്ദേഹത്തിന് പിന്നെ ടി വിയിലൂടെ ഓൺലൈനിൽ ഇവിടുത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ അവസരം കിട്ടി. ഹമാസ് മോശമാണെന്ന് പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ ഒറ്റ തിരിച്ച് തേജോവധം ചെയ്യുന്ന സംവിധാനം ഉണ്ടായി. ഹമാസിനെതിരെ എന്തെങ്കിലും പറയുന്നവരെ ആക്രമിക്കുന്ന വാർത്താ മാധ്യമങ്ങൾ ഇവിടെ ഉണ്ടായി. ഹമാസിന് തന്നെ ഇവിടെ ഒരു ചാനലും പത്രവും ഉണ്ട്, ഹമാസിന് സ്വന്തം ചാനലും. അപ്പോൾ ഇങ്ങനെ ഒക്കെ കേരളം ഒഴിച്ച് നമ്മൾ നിർത്തിയാൽ ലോകരാഷ്ട്രങ്ങളൊക്കെ ഹമാസിനെ കാണുന്നത് ഭീകരപ്രവർത്തനങ്ങളുടെ ഒരു ആവാസ കേന്ദ്രമായിട്ടാണ്. അത് മാറി സമാധാനം ആഗ്രഹിക്കുന്ന ജനതയാണെങ്കിൽ അവരെ അത്തരം നല്ലൊരു ഓഫർ വന്നാൽ അത് സ്വീകരിച്ച്, ഇപ്പോൾ അമേരിക്ക നേരിട്ട് നടത്തണമെന്നില്ല, ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ തന്നെ അത് ചെയ്ത് ഗാസയ്ക്ക് ഒരു പുതുജീവൻ കൊടുക്കാൻ ലോക ജനത ഒന്നിച്ചു നിൽക്കാൻ ലഭിച്ച ഒരു അവസരമാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ട്രംപ് പറഞ്ഞു എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് അതൊരു മോശമായ നിർദ്ദേശമാണ് എന്ന് കരുതാൻ സാധ്യമല്ല. എൻ്റെ അഭിപ്രായം അനുസരിച്ച് ട്രംപിൻ്റെ അഭിപ്രായത്തിൽ നന്മയുണ്ടെങ്കിൽ, അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ട്രംപിൻ്റെ നിർദ്ദേശത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൂടാ, പരിഗണിച്ചുകൂടാ, ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി നടത്തിക്കൂടാ? അമേരിക്ക അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് അത് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.